കോടി അന്ന് കാലത്ത് 100 വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ ഈ ബാങ്ക് ഇവിടെ പാവപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഒപ്പം സഹകാരികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ പ്രതിഭകളായിട്ടുള്ള ആളുകളെ ആദരിക്കാറുണ്ട്. ഇപ്രാവശ്യം അതിൽ നിന്നും പ്രത്യേകത, നമ്മൾക്കറിയാം സഹകരണ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കെ പഴയൂർ സർവീസ് സഹകരണ ബാങ്ക് ലാഭവിഹിതം നൽകുകയാണ്. അതിന്റെ കൂടി ഉദ്ഘാടന കർമ്മം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമ്മൾക്കറിയാം നോർത്ത് ഇന്ത്യ മാതിരിയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അർഹതപ്പെട്ട ആളുകളെ മാറ്റി നിർത്തി പല വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ തന്നെ, ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ തന്നെ അത്തരം ആളുകളെ പിന്തള്ളപ്പെട്ടും അനധികൃതമായും ആളുകളെ കുത്തിത്തിരികെ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ഈ സമയത്താണ് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വളരെ ബുദ്ധിമുട്ടി അതുപോലെ തന്നെ ഉറക്കമൊഴിച്ച് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആളുകളെ ഈ ബാങ്ക് ആദരിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഏക ധനകാര്യ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ പഴയന്നൂർ ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ ജനോപകാരപ്രദമായ പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ പഴയന്നൂരിലെ മുഴുവൻ ജനങ്ങളും സഹകാരികളും കർഷകരും കർഷക തൊഴിലാളികളും കച്ചവടക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ബാങ്കിനെ പിന്തുണച്ചതിന്റെ ഭാഗമായാണ് നമുക്ക് 105 വർഷക്കാലമായി ബാങ്ക് ഇവിടെ നിലനിന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ബാങ്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ട് പോലും കേരളത്തിന്റെ കഴിഞ്ഞ സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ സർക്കാരുമൊക്കെ സഹകരണ രംഗത്ത് വലിയ രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സഹകാരികളോടൊപ്പം നിന്നുകൊണ്ട് തലയൊട്ടിപ്പിടിച്ച് നിന്ന് ഉയർച്ചയിലേക്ക് വരുന്ന തൃശൂർ ജില്ലയിലെ പ്രധാന ബാങ്കുകളിൽ ഒന്നായി പഴയന്നൂർ ബാങ്കിനെ ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹകരണ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് കഴിഞ്ഞ 2 വർഷങ്ങളിലാണ്. കരിവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള അഴിമതിക്കഥകളും ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ അത് കിട്ടുമോ എന്ന ഭയാശങ്കയോടുകൂടി സാധാരണക്കാർ സഹകരണ ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടത്തിൽ പോലും നമ്മുടെ ബാങ്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങളും കടമയും കൂട്ടായ പ്രവർത്തനത്തിന്റെ മികവ് നിലനിർത്തിക്കൊണ്ട് 50 ലക്ഷം രൂപ നമ്മുടെ സഹകാരികൾക്ക് വേണ്ടി ലാഭവിഹിതമായി വിതരണം ചെയ്യാൻ കഴിയും എന്നത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മാളയിലൊരു പരിപാടിയിൽ ഒരു അമ്പല കമ്മിറ്റിയുടെ പരിപാടിയാണ്. അമ്പല കമ്മിറ്റിയുടെ പരിപാടി കഴിഞ്ഞ് സ്റ്റേജിൽ നടക്കുമ്പോൾ സ്റ്റേജിൽ പ്രസംഗിച്ചു നോക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ഗേറ്റിൻ്റെ അടുത്ത് ഒരാളിങ്ങനെ എൻ്റെ കൈ കെട്ടി പിടിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെയോ നല്ല കണ്ടുപരിചയം നോക്കുമ്പോൾ മുഖേനാണ്. അപ്പോൾ മാളയിൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ നല്ലൊരു ദൂരമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പാലക്കാട് ജില്ലയായി, എനിക്ക് വളരെ അപ്പുറത്തേക്ക് കിടന്ന എറണാകുളം ജില്ലയായി. ഈ ജില്ല മുഴുവൻ നേരത്തിലോട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അത് ഒരു തവണ വന്നു.
അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് പിന്നെ വീണ്ടും തൃശ്ശൂർ വെച്ച് പിടിച്ചു. അപ്പോൾ 2 തവണ അവർ നിർബന്ധപൂർവ്വം നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ പിന്നെ വരാമെന്ന് തീരുമാനിച്ച് ഞാൻ വീണ്ടും ഓക്കെ പറഞ്ഞത്. സത്യത്തിന് മുമ്പൊക്കെ ഒരുപാട് വന്നിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് തവണ പഴയൊരു പഞ്ചായത്ത് ഓഫീസിലും പഴയൂരിലെ പൊതുയോഗങ്ങളിലും പരിപാടികളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ബാങ്കിൻ്റെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. പരിപാടിക്ക് വരാനുള്ള മടി എന്ന് പറയുന്നതൊന്നുമില്ല. അവിടെ നിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ആകെ ആഴ്ച 2-3 ദിവസം മാത്രമാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ നിന്ന് പുറപ്പെടുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി അദ്ദേഹം വളരെ കാര്യമായി നിർബന്ധിക്കുമ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ബന്ധം കൂടിയുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടി ആയതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങിലേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്നത് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാധാരണ രീതിയിൽ ഇപ്പോൾ എല്ലാ സഹകരണ സംഘങ്ങളും ബാങ്കുകളും ഒക്കെ വലിയ രീതിയിൽ നഷ്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. പല സംഘങ്ങളും പിടിച്ചു നിൽക്കാൻ തന്നെ പാടുപെടുന്ന ഒരു കാലം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ അവസാനത്തെ ഒരു 5-6 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ബാങ്കുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു. കരവന്നൂരിലെ പ്രശ്നങ്ങൾ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സഹകരണ മേഖലയിലെ പല നിയമങ്ങളിലും കൊണ്ടുവന്ന മാറ്റങ്ങളും എല്ലാം തന്നെ സഹകരണ സംഘങ്ങൾ സാധാരണക്കാർക്ക് ഏത് നിമിഷവും പ്രാപ്യമായിരുന്ന സഹകരണ സംഘടനകളുടെ നിലയിൽ നിന്ന് കുറെ കൂടി കർശനമായ നിയമവ്യവസ്ഥയിലേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ലോൺ എടുക്കുന്ന ആളുകൾ അത് കൃത്യമായി തിരിച്ചടയ്ക്കുമ്പോഴാണ് സംഘങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ലോൺ എടുക്കുന്ന അപ്പുറത്തേക്ക് തിരിച്ചടക്കില്ലാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് ജനങ്ങൾ കൂട്ടമായ ഒരു തീരുമാനമെടുത്ത് തിരിച്ചടക്കാതിരിക്കുന്നതല്ല, സമൂഹത്തിനകത്ത് ബാധിക്കുന്ന എല്ലാ സാമ്പത്തിക രംഗത്ത് ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസും മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895